ആ ഒരു വ്യൂ എല്ലാം കവറായിട്ട് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കിക്കുക ഗൈസ്. ഈ ഒരു വ്യൂ കണ്ട് ഞാൻ ചുമ്മാ നിർത്തിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇനി 10 കിലോമീറ്ററാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇതേ തെച്ചിപ്പാലം എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വയലടയിലോട്ടാണ് ഗൈസ്. ആദ്യമായിട്ടാണ് വയലട പോകുന്നത്. അപ്പോൾ ഏർലി മോർണിംഗ് ഒരു 4 മണി 4:30 ആ ഒരു സമയത്ത് എണീറ്റ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. വരുന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം നനഞ്ഞിരിക്കുവാണ്. അണ്ടർവെയർ വരെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പുറം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മഴ കുറവായിരിക്കും, മഴ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കാണുന്ന ഒരു സ്പോട്ടിലാണ്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയാണ്. ഇതുപോലെ ചുമ്മാ കുറച്ച് സമയം ഇവിടെ നിൽക്കാന്ന് കരുതിയിട്ട്. നോക്കിക്കേ, മുകളിലോട്ട് കാണുന്ന വ്യൂ. ഇവിടെ നിന്ന് ഏകദേശം ഇനിയും 14 കിലോമീറ്ററോളം പോകാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ പോകാൻ വിചാരിക്കുന്ന ആ ഒരു വയലട വ്യൂ പോയിന്റിലോട്ട്. അപ്പം വയലട വ്യൂ പോയിന്റിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വയ്യെ കാണാൻ കഴിയും. മഴ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഗോപ്രോ സെറ്റപ്പിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഉള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇവിടെ വലിയ തിരക്ക് ബഹളം ഒച്ചപ്പാടൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കുക. ഞാൻ ഒന്ന് സൈലൻ്റായി നിൽക്കാം. നിങ്ങൾക്ക് ഒരു നേച്ചർ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി വരുന്ന ശബ്ദം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ പോയേക്കാം ഇവിടെ നിന്ന്. ഇന്നൊരു വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് എന്തായാലും വളരെ ആളുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് വരെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി തന്നെ കാണാം ബാക്കിയുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. വരുന്ന സമയത്ത് അത്യാവശ്യം മഴ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പും എല്ലാം കൂടെ ആയിട്ടാണ് ഫീലാവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇനി ഏകദേശം 6 കിലോമീറ്ററോളം ഇതുപോലുള്ള റൂട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് എത്തിയിട്ട് സൺറൈസ് ഇങ്ങനെ അവിടെ നിന്ന് കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സൺറൈസ് ഒന്നും ഇതുവരെ അവിടെ ആയിട്ടുണ്ടാവില്ല. ബിക്കോസ് ഭയങ്കര മഴക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൺറൈസ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ക്ലൈമറ്റിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ ദിവസം കാണാൻ പറ്റില്ല എന്നല്ല, ഇന്നത്തെ ദിവസം കാണാൻ പറ്റില്ല. ഈ ഒരു സമയങ്ങളിൽ ഒന്ന് തെളിഞ്ഞു വരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് ആ സൺറൈസ് കിഡിലായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഫോഗിയായിട്ട് കിടക്കും, ക്ലൗഡ് ബെഡി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്പോട്ടാണ്. നമ്മളെ കോഴിക്കോട് നിന്നൊക്കെ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഏർലി മോർണിംഗ് സൺറൈസ് എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. നോക്കിക്കേ, ഈ ഒരു സൈഡെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന പർവ്വതങ്ങൾ ഗായ്സ്. ആ ഒരു സൺറൈസ് കാണാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇപ്പോൾ സൺറൈസിനോട് ഭയങ്കര ക്രേസാണ് കുറച്ചായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ടാണെന്നറിയില്ല, ഒരു കാണുമ്പോൾ ഒരു പ്രത്യേക ത്രില്ല്, ഒരു പ്രത്യേക എനർജി ഒക്കെയാണ്. ഈ ഒരു സൈഡിലോട്ടെല്ലാം കയറിയപ്പോൾ തന്നെ മാറിയത് നോക്കിക്കേ ക്ലൈമറ്റ്. ഇങ്ങനെയുള്ള ഏരിയ ആയതുകൊണ്ട് റോഡ് ഇതുപോലെ മോശം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. നോക്കിക്കേ, നമ്മളിങ്ങനെ ഹൈറ്റിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കോട ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. നോക്കിക്കേ, വ്യൂ എല്ലാം മുന്നിൽ നിന്ന്. ഇതേ വലിയൊരു ഹെയർപിൻ ബെൻഡ്. ആഹാ, രണ്ടാമത്തെ ഹെയർപിൻ ബെൻഡ്. വ്യൂ എല്ലാം സീന് വ്യൂ കണ്ടോ, കോട വ്യൂ. അമ്പ, മിക്കവാറും നമുക്ക് സൺറൈസ് കിട്ടും തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്. തീയിട്ട പോലെ ഇങ്ങനെ കത്തി വരിക, സീന് കോട. മൂന്നാമത്തെ ഹെയർപിൻ ബെൻഡ്. നാലാമത്തെ. ഹെയർപിൻ നമ്പർ 6 ഗൈസ്. വാവ്, നോക്കിക്കേ, ഒരു ക്ലൗഡ് ബെഡി ടൈപ്പ്. ഹെയർപിൻസ് കഴിഞ്ഞെന്ന് തോന്നുന്നു, കാരണം അതിനുശേഷം വളവുകളൊന്നും കാണുന്നില്ല. നമ്മളെ താമരശ്ശേരി ചുരവും 9 വളവല്ലേ, അതായത്
എണ്ണപ്പെട്ട വളവുകൾ 9 തോന്നുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, സ്ഥലങ്ങളുടെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അതായത് എങ്ങനെ ഉണ്ടാവുക എക്സ്പീരിയൻസ് സംഭവമല്ലോ ആദ്യമായിട്ടാണ്. എന്തായാലും ഒരു ഹിൽ ടോപ്പാണ്, ഹിൽ ടോപ്പിലോട്ട് പോവാണ്. അവിടെ ഒരു കിടിലം കല്ലുണ്ട്. ആ ഒരു കല്ലിൽ നിന്നുള്ള ഒരുപാട് ഫോട്ടോ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. ആ ഒരു കല്ലാണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് തോന്നുന്നു. വീണ്ടും ഹെയർ പിൻ ബെൻഡ്. എനിക്ക് തോന്നുന്നു നല്ല ഉറപ്പ് ഇന്ന് വേറൊരു മനുഷ്യൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ലാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ, ഒരു ഇങ്ങനെയുള്ളൊരു ദിവസം ആയതുകൊണ്ടും അതുപോലെ ഇങ്ങനെയുള്ളൊരു സ്ഥലം ആയതുകൊണ്ടും ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലാത്തതുകൊണ്ടും ഇവിടെ ആളുകൾ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഒരു ഓഫ് ഡേ ഒക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ച് പേരെങ്കിലും കാണണം. ഇന്നത്തെ ദിവസം ഒരു സാധ്യതയില്ല അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതേ വ്യൂ പോയിന്റ് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടൊരു ബോർഡെല്ലാം കാണുന്നുണ്ട്. ഓ, ഇവിടെ നിന്നുള്ള സൺറൈസ് കിടിലായിരിക്കും കേട്ടോ. ആ 2 പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള ഒരു സൺറൈസ്. ഇതൊരു ഡിസ്റ്റർബ് ആവുന്നുണ്ടല്ലേ, നോക്കിക്കേ. ഗൈസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് സൺറൈസ് ഒന്നും കിട്ടില്ല എന്ന്. അതാണ് സിറ്റുവേഷൻ. കാരണം ഭയങ്കര മഴ വീണ്ടും വന്നു. ആ ഒരു വ്യൂ എല്ലാം കവറായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ. സമയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ടിക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. മറ്റേ സ്പോട്ടിന് 8:30 സമയമൊക്കെ ഉണ്ട്. ഞാൻ അറിയാണ്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് സംഭവം. പക്ഷെ അത് ഒരു ഒറിജിനൽ വ്യൂ പോയിൻ്റ് അല്ലായിരുന്നു. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. നോക്കിക്കാൻ മഴ നല്ല കൂടുതലായിട്ട് ഈ ഒരു ഏരിയക്ക്. നല്ല രസമുണ്ട് ക്ലൈമറ്റ്. ആണ് നമ്മളെ ബൈക്കെല്ലാം കയറും. ഓഫ് റോഡ് ഞാൻ കയറ്റരുത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള വലിയ പ്രശ്നമില്ലാത്ത ഓഫ് റോഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കയറ്റി പോവാണ്. കണ്ടോ? അപ്പോൾ ഇനി ഇതുപോലുള്ള വഴികളാണ് വയലട വ്യൂ പോയിന്റിലോട്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഒരു വയലട വ്യൂ പോയിന്റ്. ഇവിടെ വരുമ്പോൾ ലൊക്കേഷൻ മാറി പോകരുത് കേട്ടോ. 2 എണ്ണം ഉണ്ട്. അതായത് ഒന്നൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണ്, ടിക്കറ്റ് വേണം, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയമുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഉള്ള സംഭവമൊന്നുമില്ല. നമുക്ക് പറ്റുന്നിടം വരെ കയറ്റിയാൽ മതി കേട്ടോ. ഓവർ റിസ്ക് എടുത്ത് കയറ്റുന്നില്ല. ഓ, ഇവിടെ നിന്ന് നല്ല റോഡ് തന്നെ ആവുണ്ടല്ലോ. ഇനി ഇത് തന്നെ ആണോ റോഡ്? നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി. നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി, വയലട വ്യൂ പോയിന്റ്? ആ ആ, നായകൾ വരുന്നുണ്ട്. നായകളൊന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് പേടി. ഇത് തന്നെയാണ് ഗൈസ് വഴി. ഇതുവഴിയാട്ടോ വ്യൂ പോയിന്റിലോട്ട്. ഇനി അങ്ങോട്ട് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കിവിടെ നിർത്തിയേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ ഗൈസ്. തണുത്ത് ഇറക്കുന്നു. അല്ലോ, നല്ല രസമുണ്ട്. തണുത്ത് ഇറക്കുന്നു ഗൈസ്.
വേറൊരു മനുഷ്യല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. വല്ല പുലിയോ നായോ ഇന്ന് സൈസാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയില്ല. അങ്ങനെയുള്ളൊരു ലൊക്കേഷനായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നല്ല രസമുണ്ട്, കോടം മൂടിയിട്ടുള്ള ഒരു വ്യൂ. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നോക്കിക്കേ, അന്തരീക്ഷത്തിൽ നോക്കിക്കേ, ഫുൾ കോട. ആ ഒരു വൈബായതുകൊണ്ട് കാണാൻ ഭയങ്കര രസമുണ്ട്. ഗൈസ്, ചെറിയൊരു ട്രക്കിംഗ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. പെട്ടെന്ന് എത്തിയ പോലെ അവിടെ വേറെ ആരൊക്കെയോ ഉണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്പാ അമ്പാ. ഗൈസ് നോക്കിയേ, നമ്മളെങ്ങനെ ടോപ്പിലെത്തിയിരിക്കുന്നു. ഇനി ഇങ്ങനെ ചുമ്മാ ഇവിടെ ഓരോന്നും കണ്ടോണ്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം ഗൈസ്. പക്ഷേ ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനത്തെ സെറ്റപ്പ് അല്ലെങ്കിലും ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഒരു സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു കല്ല് കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കല്ല്. എല്ലാവരും വീഡിയോ എടുക്കുന്ന ഒരു കല്ല്. ഇതിൻ്റെ ഹൈറ്റ് കയറിയിട്ട് ഇനി ഇതിനപ്പുറത്ത് എവിടെയെങ്കിലും വേറെ കല്ലുണ്ടോയെന്ന് അറിയില്ല. നമുക്കെന്തായാലും ഇതുവഴി പോയി നോക്കാം. ഇപ്പോഴാണൊരു പീസായത് മൈൻഡ്. വണ്ടിയിൽ നിന്നൊക്കെ അങ്ങ് ഇറങ്ങി ഒന്ന് കുറച്ച് സമയം നടന്നപ്പം ബോഡിയെല്ലാം ഒന്ന് ശരിയായി. ഇതന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരും ആ വീഡിയോ എടുക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ, അതെ. ദിസ് ഈസ് ദാറ്റ് റോക്ക് ഗൈസ്. ഗൈസ്, നമ്മൾ വന്ന സമയത്ത് ഫുള്ളി കോട മൂടി കിടക്കുന്ന ആ ഒരു അന്തരീക്ഷം ഇപ്പോൾ ആയി മാറിയത് നോക്കിക്കേ. അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്, ഇതേ കണ്ടു. അവിടെ ആരൊക്കെയോ ഉണ്ട്, ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പോയോ? അതേ കണ്ടോ, അവിടെ ഉണ്ട്. അതുപോലെ നമ്മളെ പിള്ളേർ, ഇവന്മാർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അവന്മാരുടെ ഫോട്ടോ എടുത്തു കൊടുത്തു. അപ്പോൾ നമുക്കിനി ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കുറച്ച് സമയത്തിന് ശേഷം പതുക്കെ ഇറങ്ങാം ഗൈസ്. ഇതിൽ സൺറൈസ് പോയിന്റ് എന്ന് പറയുമ്പം ആ സൈഡിൽ നിന്നാണ് സൺറൈസ് വരുന്നത്. സൺറൈസ് കാണാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് എന്താ പറയുക കാണിച്ചു തരാം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ആ ഒരു താഴ്ഭാഗത്ത് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ കാലിക്കറ്റ് ആ ഒരു സൈഡ് കാണുമെന്നുള്ള അറിയില്ല. എന്തായാലും ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണുന്നുണ്ട് താഴോട്ട്. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ആ സൈഡിലായിരിക്കും. ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ കക്കായം ഡാം ആ ഒരു സൈഡെല്ലാം കാണുന്നുണ്ട്. ഇപ്പോഴാണൊന്ന് വളർന്നത്. ആ ഒരു മഴയെല്ലാം പോയി, ആ ഒരു കോടെല്ലാം എന്താ പറയുക നീങ്ങി പോയിട്ട് ഒന്ന് വെളിച്ചം വെച്ചത് ഇപ്പോഴാണ്. ഒരു നായയുടെ അസ്ഥി ഉണ്ട് കേട്ടോ, ഇതുണ്ടോ നായയുടെ അസ്ഥി. അതുപോലെ അതിൻ്റെ തലയോട്ടി കാണിച്ചു തരാം. നല്ല സ്മെല്ലുണ്ട് ഇവിടെ, ഒരുമാതിരി സ്മെല്ല്. നോക്കി അതിൻ്റെ തലയോട്ടി. എന്ത് സംഭവിച്ചാന്നറിയില്ല. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാസ്ക് അയച്ചപ്പോൾ നാറിയിട്ട് വയ്യ. ഇത് വാലിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചായിരുന്നു. ഇനി നമുക്ക് ആ ഒരു താഴ്ഭാഗത്തോട്ടുള്ള വ്യൂ പോയിന്റിലോട്ട് ഇങ്ങനെ പോയി നോക്കാം. കോഴിക്കോട് സൈഡിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ആദ്യം അറിയാനി, പക്ഷേ ഒരു സാഹചര്യവും സമ്മർദ്ദമൊന്നും പിന്നെ ഒരു മൂഡും ഉണ്ടായില്ല ഇങ്ങോട്ട് വരാൻ. ഇപ്പോഴാണ് എല്ലാം കൊണ്ടും ഒന്ന് സെറ്റായി ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. ഇപ്പോൾ ഫുള്ളി ക്ലിയർ ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഒക്കെ ഫുള്ളി എന്താ പറയുക കോടല്ലേ. ഇപ്പോൾ കോടെല്ലാം പോയി ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? ഇപ്പോൾ നമ്മളും ഈ ഒരു ടീമും അതുപോലെ അവിടെ ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ടീമുണ്ട്, ഒരു ഹിന്ദിക്കാർ, അവന്മാരും ഉള്ളു. അവന്മാരൊരു 4 പേര്, ഇവന്മാരൊരു 4 പേര്, പിന്നെ ഞാനൊറ്റയ്ക്ക്. അങ്ങനെ 3 ടീംസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൽ ബാംഗ്ലൂർ ടീം ഈ ഒരു സൈഡിൽ നിന്ന് വന്ന കേട്ടോ, അതായത് ഏതോ ഒരു കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് ആ ഒരു പോർഷനിൽ. നമ്മളെല്ലാവരും ഈ ഒരു പോർഷനിൽ നിന്ന് വന്ന്. ഇനി അവന്മാർ ആദ്യം വന്ന് അവിടെ നിൽക്കുന്നതാണെന്ന് അതും അറിയില്ല. ഇതിൻ്റെ മേലെ എന്തോ ബിൽഡിങ്സ് സംഭവമുണ്ട്. ഒരു ചെറിയൊരു സ്പോട്ട്, ഒരു അടിപൊളി സ്പോട്ടാണ്. ഈ ഒരു ക്ലൈമറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ സെറ്റായിട്ടുള്ളൊരു സ്പോട്ട്. ഇതാണ് അതിൻ്റെ ഈ ഒരു പോർഷൻ. ഇതുവഴി ഇങ്ങനെ എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവന്മാർ അതിൽ വന്നേ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിക്കുക താഴോട്ട്. നമ്മൾ വന്ന സമയത്ത് മൊത്തം കോടയെ പൊതിച്ച് കിടക്കുന്ന ഈ ഒരു വ്യൂ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ അവന്മാരുടെ കൂടെ സംസാരിച്ചിങ്ങനെ നിന്നിട്ട് ഇവിടുന്ന് പയ്യെ പോകണം. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട് നോക്കി നിങ്ങൾ.
ഇത് മറ്റേ ഡാമിൻ്റെ വ്യൂ ആണ്. എന്തേലും പേര് ഞാൻ മറന്നുപോയി. കക്കയം ഡാം, കക്കയം തോണിക്കടവ് എന്നൊക്കെ പറയും. ആ ഒരു ഡാമിൻ്റെ വ്യൂ ആണെന്നാണ് അവന്മാർ പറഞ്ഞത്. ഇപ്പോൾ സമയം 9 മണി. എങ്ങനെയുണ്ട്? കോട ഫുള്ളി ക്ലീനായി പോയി പ്രകൃതിയുടെ ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അതുവരെ ഈ ഒരു സൈഡിലൊക്കെ കണ്ടില്ല, ഇതുപോലെ കോടകളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നീങ്ങി പോയിട്ടുണ്ട് ഈ ഒരു വ്യൂവിൽ നിന്ന് കാണുന്ന സ്പോട്ടിൽ. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോകണം. നായക്കളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നായൻ്റെ അസ്ഥി കാണുമ്പോൾ ഓട്ടെന്നാല് ശരി കാണാം.